ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് തത്സമയം നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം സൈബർ സെക്യൂരിറ്റി വിദഗ്ധനാണ്. നമസ്കാരം വിനോദ് ഭട്ടതിരിപ്പാട്. നമ്മൾ ഇന്നു മുതൽ രാവിലെ മുതൽ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് സംപ്രേഷണം ചെയ്യുന്ന ചില വിവരങ്ങൾ അത് വളരെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ആ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് മോർഫ് ചെയ്ത് ടെലഗ്രാമിലടക്കം ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, അത് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. കാരണം ഈ നിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ സ്ത്രീകളുടെ പോലും ഫോട്ടോകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ നാട്ടിലുള്ളവരുടെയും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന സ്ത്രീകളുടെ എല്ലാം ഇങ്ങനെ ഫോട്ടോ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. ആദ്യം നമുക്കറിയേണ്ടത് നമ്മുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ ഇതുപോലുള്ള സംഘങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ, അത് മോർഫ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ എന്താണ് വഴി? എന്തെങ്കിലും തരത്തിൽ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് സാധ്യമാണോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ ഫോമിൽ ഫോട്ടോസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് റാങ്ക് കിട്ടി, അപ്പോൾ അത്തരം ഫോട്ടോസൊക്കെ പത്രത്തിൽ വരും, ഡിജിറ്റൽ ഫോമിൽ വരും. കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ, അങ്ങനെ പല പല കാരണം കൊണ്ട്, സ്പോർട്സിൽ പങ്കെടുത്തത് കാരണം, ഒരുപാട് ഫാഷൻ പരേഡിൽ പങ്കെടുത്തത് കാരണം, അപ്പോൾ ഒരുപാട് തരത്തിൽ ഡിജിറ്റൽ പടങ്ങൾ വരും. ഈ പടങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു ഫേസിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ക്ലിക്കും സൈഡിൽ നിന്നുള്ള 2 സൈഡിൽ നിന്നുള്ള ഓരോ ക്ലിക്കും, അങ്ങനെ 3 സ്നാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ഛായയുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സ്റ്റൈല്. അതായത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു സ്നാപ്പും ഈ സൈഡിൽ നിന്നുള്ള ഓരോ സ്നാപ്പും കിട്ടിയാൽ മതി. വളരെ ഭംഗിയായിട്ട് AI യൂസ് ചെയ്ത് ഏത് തരത്തിലും, ഇപ്പോൾ ഡ്രസ്സ് ഇട്ടതും ഡ്രസ്സ് ഇടാത്തതും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതും, അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്ന ടെക്നോളജിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഫോട്ടോ അവരെടുത്തോണ്ട് പോകുമൊന്നും വേണ്ട. അവരതിന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ വന്നപ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നു, ഒരു കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് സൈഡ് വ്യൂ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 2 സൈഡും കൂടി കിട്ടിയാൽ, ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രണ്ട് സൈഡ് മാത്രം കിട്ടിയാൽ അതിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 സൈഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് AI യൂസ് ചെയ്തിട്ട് ഏത് തരം ഫോട്ടോസ് വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും.